Hello friends, welcome to the channel Street Talk. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. ഹോണ്ട SP160 വേഴ്സസ് ഹോണ്ട യൂണിക്കോൺ. ഈ പറഞ്ഞ രണ്ട് ബൈക്കും ഹോണ്ടയുടെ ഒരു കമ്മ്യൂട്ടർ സെഗ്മെൻറ്റ് ബേസ്ഡ് ബൈക്കുകളാണ്. ഈ രണ്ട് ബൈക്കിന് വരുന്നത് സിമിലർ ആയിട്ടുള്ള എഞ്ചിനും ഗിയർ ബോക്സും അതുപോലെ തന്നെ സെയിം ഷാസിയുമാണ്. അതുപോലെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഡിസൈൻ വൈസ് ചെറിയ വ്യത്യാസമുണ്ടെങ്കിലും ഇൻറ്റേർണലി ഇത് രണ്ടും ഏകദേശം സിമിലർ ബൈക്കാണ്, അല്ലെങ്കിൽ ഒരേ ബൈക്ക് തന്നെയാണെന്ന് തന്നെ പറയാം. ഇതിലുള്ള സാമ്യതകളെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇനിയുള്ള വ്യത്യാസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഡിസൈൻ വെച്ച് തന്നെ തുടങ്ങാം. രണ്ടിലും വരുന്നത് വ്യത്യസ്തമായ ഡിസൈനാണ്. യൂണിക്കോണിൽ കണ്ടുവരുന്നത് പണ്ട് മുതൽ കണ്ടുവരുന്ന ആ യൂണിക്കോണിൻ്റെ തനതായ ഡിസൈനും ആകെ വ്യത്യാസം വരുന്നത് ഡിജിറ്റൽ ക്ലസ്റ്ററിലും അതുപോലെ തന്നെ ചെറിയ LED ബൾബുകൾ വന്നു എന്നതിൽ മാത്രമാണ്. ഇനി ഹോണ്ട SP160യെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് അവരുടെ ഹോണ്ടയുടെ ഒരു പുതിയൊരു ബൈക്കായിട്ടാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഡിസൈൻ കുറച്ചുകൂടി ഒരു സ്പോർട്ടി അതേപോലെ കുറച്ചുകൂടി എഡ്ജി ഡിസൈനാണ് യൂണിക്കോണിനെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഇതിൽ വരുന്നത് ഇപ്പോൾ നിലവിൽ വരുന്നത് ഒരു TFT ഡിസ്പ്ലേ ആണ്. ഇത് എൻ്റെ ബൈക്കിൽ വരുന്നത് ഒരു പഴയ LCD ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ മറ്റൊരു വ്യത്യാസമാണ് പുതിയ ഹോണ്ട SP160യിൽ കിക്കർ വരുന്നില്ല, യൂണിക്കോണിൽ കിക്കർ ഉണ്ട്. അതുപോലെ സ്പെക്ക് വൈസ് മറ്റ് വ്യത്യാസങ്ങൾ നോക്കുകയാണെങ്കിൽ യൂണിക്കോണിലും SP-യിലും സെയിം സസ്പെൻഷനാണ്, പക്ഷേ അതിൻ്റെ രണ്ടിൻ്റെ ഡിസ്ക് സൈസിൽ വ്യത്യാസമുണ്ട്. ഹോണ്ട SP-യിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് കുറച്ചുകൂടി ബിഗ്ഗർ ആയിട്ടുള്ള ഒരു പെറ്റൽ ഡിസ്ക്കാണ്, യൂണിക്കോണിൽ സാധാ റൗണ്ടർ ഡിസ്ക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ടയർ സൈസിലും വ്യത്യാസമുണ്ട്. യൂണിക്കോണിൽ വരുന്നത് 18 ഇഞ്ച് വീലാണെങ്കിൽ ഹോണ്ട SP-യിൽ വരുന്നത് 17 ഇഞ്ച് വീലാണ്. റയർ ടയറിലും ഹോണ്ട SP-യിൽ കണ്ടുവരുന്നത് കുറച്ചുകൂടി ബിഗ്ഗർ ആയിട്ടുള്ള 130 സെക്ഷൻ്റെ ബിഗ്ഗർ ടയറാണ്. യൂണിക്കോണിൽ തനതായ പഴയ സൈസിൽ തന്നെയാണ് വരുന്നത്. SP-ൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ SP-യിൽ ഡുവൽ ഡിസ്ക് വേരിയൻറ്റ് വരുന്നുണ്ട്, യൂണിക്കോണിൽ അത് വരുന്നില്ല. മേജറായിട്ടുള്ള സ്പെക്ക് വൈസ് വ്യത്യാസങ്ങൾ ഇവയൊക്കെ തന്നെയാണ്. ബാക്കി ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് രണ്ട് വണ്ടി ഷെയർ ചെയ്യുന്നത്. രണ്ടിൻ്റെയും ഡിസൈൻ വൈസ് വ്യത്യാസമുണ്ടെങ്കിൽ രണ്ടും ഒരു കമ്മ്യൂട്ടർ സെഗ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് നല്ല സീറ്റിംഗ് കംഫർട്ടും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ സിമിലർ ആണ്. റൈഡിംഗ് പോസ്റ്ററിൽ വ്യത്യാസമുണ്ട്. യൂണിക്കോണിൻ്റെ ഒരു പക്ക അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ ആണെങ്കിൽ SP-യിൽ വരുന്നത് കുറച്ചുകൂടി മുന്നോട്ട് ലീൻ ആയിട്ടുള്ള ഒരു സ്പോർട്ടി പൊസിഷനാണ്. അതുപോലെ തന്നെ മറ്റൊരു വ്യത്യാസമാണ് ഹോണ്ട SP-യിൽ വരുന്നത് ഒരു പ്ലാസ്റ്റിക് ടാങ്ക് കവറാണ്. കുറച്ചുകൂടി ബൾക്കി ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും അത് പ്ലാസ്റ്റിക് ആണ്. പക്ഷേ യൂണിക്കോണിൽ നോർമൽ മെറ്റൽ ടാങ്ക് ആണ് വരുന്നത്. എനിക്ക് കൂടുതൽ ഇഷ്ടം മെറ്റൽ ടാങ്ക് ആണെങ്കിലും ഹോണ്ട SP-യുടെ ടാങ്ക് ഡിസൈനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, കാണാൻ ഇഷ്ടപ്പെട്ടത്. ഇത്രയൊക്കെ തന്നെയാണ് ഇതിനെ കാണുമ്പോഴുള്ള സ്പെക്കിലെ വ്യത്യാസങ്ങൾ. ഇനി ഇതിൻ്റെ എൻജിൻ എങ്ങനെയാണെന്ന് പറയാം. എൻജിൻ സിമിലർ എൻജിനാണ്, സിമിലർ പവർ ആൻഡ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റൈഡിങ്ങിലും കാര്യമായ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യില്ല, രണ്ടും ഓൾമോസ്റ്റ് സിമിലർ പെർഫോമൻസ് തന്നെയാണ് വരുന്നത്. പിന്നെ ടയറിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടി കോൺഫിഡൻസ് എയർ ടയർ ബിഗർ ആയതിനാൽ SP-ക്ക് കിട്ടും. അതേപോലെ ബ്രേക്കിങ്ങും SP-യുടെ തന്നെയാണ് ബെറ്റർ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ. ബാക്കി എല്ലാ കാര്യങ്ങളും സിമിലർ ആണ്. ഇനി ഇതിൻ്റെ പ്രൈസ് റേഞ്ച് കമ്പയർ ചെയ്യുമ്പോൾ യൂണിക്കോണിനേക്കാൾ ഒരു 5000 എബോവ് ആയിട്ടാണ് SP നിൽക്കുന്നത്. യൂണിക്കോൺ ഒരു 140-45 റേഞ്ചിൽ ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ SP160 വരുന്നത് 150-55 റേഞ്ചിലാണ്. ആ 5000 റുപ്പീസ് ഓൾമോസ്റ്റ് SP-യിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇനി ഈ വീഡിയോയുടെ വേർഡിക്റ്റ് പറയാം. ഈ ബൈക്കുകളിൽ ഏതാണ് വാല്യൂ ഫോർ മണി എന്ന് ചോദിച്ചാൽ ഞാൻ തീർച്ചയായും യൂണിക്കോണാണ് പറയുക. യൂണിക്കോണിൻ്റെ സ്റ്റിൽ ബിൽഡ് ക്വാളിറ്റി ഒക്കെ SP-യേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു, പ്ലാസ്റ്റിക് ക്വാളിറ്റിയും. കാരണം അതിൽ കൂടുതൽ മെറ്റൽ പാർട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് ടാങ്കിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ നോക്കുമ്പോൾ. ഇനി റൈഡിംഗ് പോസ്റ്റർ ആൻഡ് കംഫർട്ട് നോക്കുകയാണെങ്കിൽ യൂണിക്കോൺ തന്നെയാണ് ബെറ്റർ. റൈഡിംഗ് പോസ്റ്റർ യൂണിക്കോണിൽ വരുന്നത് പക്ക അപ്രൈറ്റ് ആയിട്ടുള്ള റൈഡിംഗ് പോസ്റ്ററാണ്. ഡെയിലി സിറ്റി കമ്മ്യൂട്ടിങ്ങിനും ഒക്കേഷണൽ ലോങ് റൈഡിനും യൂണിക്കോൺ ആയിരിക്കും കൂടുതൽ അപ്രൈറ്റ് റൈഡിംഗ് പോസ്റ്റർ ഇഷ്ടപ്പെടുന്നവർക്ക് കംഫർട്ടബിളായി തോന്നുക. SP-യിൽ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് ലീൻ ആംഗിളാണ്, അത് ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇഷ്ടപ്പെടും, അല്ലാത്തവർക്ക് അത് ചെറിയ രീതിയിലുള്ള റിസ്റ്റ് പെയിനോ ബാക്ക് പെയിനോ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എടുക്കുന്നതിൻ്റെ മുന്നേ എന്തായാലും രണ്ട് ബൈക്കും മാറി മാറി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, എന്നിട്ട് മാത്രം തീരുമാനം എടുക്കുക. അപ്പോൾ ആരൊക്കെ യൂണിക്കോൺ എടുക്കണമെന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ യൂണിക്കോണിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർ, അതുപോലെ തന്നെ ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് കംഫർട്ടാണ് മേജർ പ്രയോറിറ്റി, അതേപോലെ ബെറ്റർ മൈലേജ് ലഭിക്കണം എന്നുള്ളവർക്ക് യൂണിക്കോൺ തന്നെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി യൂണിക്കോണിൻ്റെ ഡിസൈൻ ഒരു ഔട്ട്ഡേറ്റഡ് ആയി എന്ന് ഫീൽ ചെയ്യുന്നവർക്ക്, ആ എൻജിനും ആ ഒരു ഗിയർ ബോക്സിൻ്റെ റിഫൈൻമെൻറ്റും വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് SP-യിലേക്ക് നോക്കാവുന്നതാണ്. സെയിം എൻജിൻ, സെയിം സിമിലർ ഗിയർ ബോക്സ് ആണ് വരുന്നത്. ബട്ടർ സ്മൂത്ത് എൻജിനാണ്. ഗിയർ ബോക്സിൽ ചെറിയൊരു മൈന്യൂട്ട് മിസ്സിങ് ഇഷ്യൂ ചിലപ്പോൾ ഫീൽ ചെയ്യാം, ഒരു സ്റ്റക്ക് ആവുന്നത് പോലെ. അതർ ദാൻ ദാറ്റ് രണ്ടും 55 എബോവ് മൈലേജ്
യൂണിക്കോണിൽ എന്തായാലും കിട്ടും. സിറ്റിയിൽ ഹോണ്ട എസ് പിയിൽ ഒരു 50 റേഞ്ചിൽ മൈലേജ് ലഭിക്കുന്നതാണ്. ഓൾമോസ്റ്റ് സിമിലർ ആണ്, പക്ഷേങ്കിൽ ടയർ സൈസിൻ്റെ ഇതിൻ്റെ ഒക്കെ കാരണത്താൽ ചെറിയൊരു മൈലേജിൽ ഡ്രോപ്പ് എസ് പിയിൽ കണ്ടുവരും. ഒരു 2-3 മൈലേജ് ഡ്രോപ്പ് ചെയ്യും. യൂണിക്കോണിൽ കുറച്ചുകൂടി ബെറ്റർ മൈലേജ് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നിട്ടുണ്ട്. ഇനി പെർഫോമൻസ് നോക്കിയിട്ടാണ് എല്ലാവരും എസ് പിയിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. 160 സെഗ്മെൻറ്റിൽ പെർഫോമൻസ് ആണ് നിങ്ങളുടെ മേജർ പ്രയോറിറ്റി എങ്കിൽ വേറെ ഏതെങ്കിലും ബൈക്കുകൾ നോക്കുന്നതായിരിക്കും നല്ലത്. ഒന്നിക്ക് അപ്പാച്ചിയിലേക്ക് പോവാം, അല്ലെങ്കിൽ പൾസറിൻ്റെ N160യിലേക്ക് പോകുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പോൾ അത്രയാണ് ഇത് നമ്മളുടെ കമ്പാരിസൺ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം മറ്റൊരു വീഡിയോയുമായും വേറൊരു ദിവസം കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.